നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അഖില ലോക അച്ചായന്മാർക്കും ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കുറേ ദിവസത്തെ നോയമ്പോ കഴിഞ്ഞ് അച്ചായന്മാർ ഇന്ന് ആഘോഷിക്കുന്ന ദിവസമാണ്. അച്ചായന്മാരും അച്ചായന്മാരെ പിൻപറ്റി നിൽക്കുന്ന ചിലരും ഒക്കെ ആഘോഷിക്കുന്ന ദിവസമാണ്. എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ആഘോഷിക്കാൻ പോകുന്നില്ല. നോയമ്പ്, ക്രിസ്ത്യാനികളുടെ നോയമ്പ്, അത് ഹിന്ദുക്കളിൽ നിന്നും കടമെടുത്താണ്. ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമാണ് നോയമ്പ്. സായിപ്പന്മാർക്കൊന്നും നോയമ്പൊന്നുമില്ല. അതെന്തും ആകട്ടെ, ഇന്ന് അച്ചായന്മാരെല്ലാം കാള, പോത്ത്, കോഴി, മീൻ, പന്നി ഇതെല്ലാം വെച്ചു വിഭവസമർത്ഥമായി വാറ്റാരം വരെ അടിക്കുന്നവരുണ്ട്. സ്കോച്ച്, വാറ്റാരം, വിസ്കി, ബ്രാൻഡി ഇന്ന് കുറേ ഒഴുകും. ഇന്നെല്ലാം ആഘോഷിക്കുന്ന ദിവസമാണ്, അവർ കാത്തിരിക്കുന്ന ദിവസമാണ്. നന്നായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ. ഈ ക്രിസ്ത്യൻ സമൂഹത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഇത്രയും കൗശലശാലികളായ മതക്കാർ നമ്മുടെ ഇന്ത്യയിലില്ല. നമ്മുടെ ഇന്ത്യയിലെ ജൂതന്മാരാണെന്ന് പറയാം ക്രിസ്ത്യാനികൾ. പഴയ ജൂതന്മാരാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തു തന്നെ ജൂതനല്ലേ. അവർക്കതിൻ്റെ ചെറിയ സ്വഭാവ പ്രത്യേകതകളുണ്ട്. ഇത്രയും നല്ല കൗശലം, നല്ല ഉപചാരം, നല്ല ആചാരമര്യാദകൾ, ഇതൊക്കെ ഞാൻ അവർ കാണാറുണ്ട്. നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഒരാൾ നല്ല ലെവലിലെത്തി. പണ്ടൊക്കെ എന്നെ ആൾക്കാരൊക്കെ മനു എന്ന് വിളിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ ചില കൊച്ചാട്ടന്മാർ മനു എന്ന് വിളിച്ചവർ വക്കീലൊക്കെ ആയി കഴിയുമ്പോൾ ഇവനെ വക്കീലൊക്കെ ആയി ഞാൻ അംഗീകരിക്കുന്നത് എടാ മനു എന്ന് വിളിക്കും. അതാണ് നമ്മളുടെ ആൾക്കാർ, ഹിന്ദുക്കളുടെ ഒരു സ്വഭാവം. പക്ഷേ ക്രിസ്ത്യൻ സമൂഹം കണ്ടാട്ടെ, അവർ സംബോധന ചെയ്യുന്നത് ഇനിയും അടുത്ത ബന്ധമാണെങ്കിൽ പോലും അവർ ആ ബഹുമാനപൂർവ്വമേ സംബോധന ചെയ്യും. അവരുടെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ചെന്നാൽ അത് കണ്ടുപഠിക്കണം, ഹിന്ദുക്കളൊന്ന് കണ്ടുപഠിക്കണം. അവർ ഉപചാരങ്ങൾ എത്ര വെള്ളം അടിച്ചിരിക്കുവാണെങ്കിലും എത്ര ഫിറ്റ് ആണെങ്കിലും അവർ ആ ഉപചാരങ്ങൾ മറക്കത്തില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അത് തെറിയൊക്കെ പറഞ്ഞ് എന്താടാ അതിനെ കണ്ടിട്ട് കളയാടാ ഡാഷ്മോനെ ഒരു തെറി അവസാനം, ഏതിനും അവസാനം ഒരു തെറിയാണ് നമ്മുടെ ആൾക്കാർക്ക്. അവിടെ ഒരു മര്യാദയില്ല. അത് പരിസരം ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് വിൽസൺ വേണാട് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, ജ്യേഷ്ഠ സഹോദരനെ പോലെ. പുള്ളിയോടൊപ്പം പുള്ളിയുടെ വീട്ടിലും അങ്ങനെയൊക്കെയുള്ള പല ഫംഗ്ഷനും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല അഭിപ്രായമാണ് തോന്നി അവരുടെ ആ ആചാര മര്യാദകൾ. ചിലപ്പം ഈ സായിപ്പിൽ നിന്നുണ്ടായ മതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. വളരെ നല്ല ആചാരങ്ങളാണ്, നല്ല ഉപചാര മര്യാദകൾ പാലിക്കുന്നവരാണ് അവർ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ കൗശലം, അവർ എപ്പോഴും പറയാറുണ്ട് കമന്ന് വീണാൽ കാപ്പിടി മണ്ണ്. അതാണ് അച്ചായന്മാർ ലക്ഷ്യം. കമന്ന് വീണാൽ എഴുന്നേൽക്കുമ്പോൾ കാപ്പിടി മണ്ണ് കൈ കാണും. ദൈവത്തിന് വേണ്ടിയുള്ള കരിപ്പിടിപ്പിക്കലാണ്. നമ്മളെപ്പോലൊക്കെ ഉള്ളവർ 10 കിട്ടിയാൽ 15 ചിലവാക്കും, 15 കിട്ടിയാൽ 100 ചിലവാക്കും. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ നായന്മാർ കൊച്ചാട്ടന്മാരൊക്കെ ഇഷ്ടംപോലെ വസ്തുക്കൾ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് തിന്നു. അതെല്ലാം ഭൂരിപക്ഷവും വാങ്ങിച്ചത് ക്രിസ്ത്യാനികളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. അത് അവരുടെ കഴിവ്, അവരുടെ പൂർവികന്മാരുടെ കഴിവ്. ഹൈറേഞ്ച് ഏരിയയിലെല്ലാം അവരുടെ പൂർവികർ ചെന്ന് അവിടെ സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് ഇഷ്ടംപോലെ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. അവർ അധ്വാനിച്ച് ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്. സമ്പത്തില്ലാത്ത ഹിന്ദുക്കളാണ്. അതായത് സമ്പത്ത് ദുർവ്യയം ചെയ്യുക മാത്രമല്ല മുടിപ്പിച്ച ഒരു വർഗ്ഗമാണ് ഹിന്ദുക്കൾ. ഉള്ളവർ ഇപ്പോൾ എൻ്റെ ഒന്നും പാരമ്പര്യം അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്കൊന്നും വലിയ വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വലിയ മാടമ്പികാരൊന്നും അല്ലായിരുന്നു. സാധാരണ മനുഷ്യരായി കൃഷിക്കാരായിട്ട് ഉള്ള എൻ്റെ പൂർവികർ, കൃഷിക്കാരും ആനക്കാരും പിന്നെ ഈറവെട്ടുകാർ ഒക്കെയായിരുന്നു എൻ്റെ പൂർവികർ. എൻ്റെ അപ്പൂപ്പന്മാരും മൂത്ത്. അച്ഛൻ അധ്യാപകനായിരുന്നു. അതിനുള്ള പൂർവികർ മുഴുവൻ കൃഷിക്കാരും ഈറവെട്ടുകാരും പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്നവരായിരുന്നു. അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. വല്ലപ്പോഴും ഒക്കെ ഈ ഹിന്ദുക്കൾ പോയി ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ ഒരാൾ ഫേസ്ബുക്കിൽ എന്നോട് സംസാരിച്ചു. വളരെ ഇതായിട്ട് ഒരു നായരാണ്, ഒരു കുറുപ്പാന്ന് പറയാം. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം മനു 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 എന്നാണ് സംസാരിക്കുന്നത്. ഞാൻ തിരിച്ച് അയാൾ എന്നെക്കാൾ 10 വയസ്സിന് മൂപ്പുണ്ട്. ഞാനും അയാളെ തിരിച്ച് പേര് വിളിച്ചു. അയാൾ ഡോക്ടറാണ്. ഞാൻ തിരിച്ച് പേര് വിളിച്ചു. ഞാൻ നിങ്ങളെക്കാൾ 10 വയസ്സിന് മൂപ്പുണ്ട്. ഞാൻ പറഞ്ഞത് മൂത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ 10 വർഷം മുമ്പ് ജനിച്ചു, അതുകൊണ്ട് പിന്നെ താങ്കൾ 10 വയസ്സ് മൂപ്പ് വന്നു. അദ്ദേഹം എന്നെ അല്ലെങ്കിൽ ബഹുമാനിക്കാത്ത കാലത്തോളം എന്നെ കണ്ടിട്ട് പോലുമില്ല. എന്നെ പേരിട്ട് വിളിച്ചു. വക്കീലെന്ന് വിളിക്കാം, ഞാൻ അങ്ങനെ ഡോക്ടറെ എന്ന് വിളിക്കണമെങ്കിൽ
അങ്ങനെ തന്നെ വക്കീലെന്ന് വിളിക്കും. അങ്ങനെ തന്നെ മനു എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ കുറുപ്പയെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പേരിട്ട് വിളിക്കും. കൊടുക്കാത്തത് കിട്ടണമെന്ന് വിചാരിക്കരുത്. നല്ല ഉപചാരങ്ങൾ നല്ല ബന്ധങ്ങളെ വളർത്തും. ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, എന്തുകൊണ്ട് വിശേഷം, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വരും. നമ്മൾ കാണുന്നത് എന്തുവാ ഡാഷ് മോനെ എന്ന് ചോദിച്ചാൽ ആ ഒരു ഉപചാരത്തിൽ നിന്നും എല്ലാം പോകും. നമ്മുടെ എല്ലാ ആൾക്കാരെ കാണുന്നത് കഷണ്ടിയൊക്കെ ആയല്ലോ, കാണുമ്പോൾ തന്നെ ചോദിക്കും കഷണ്ടിയൊക്കെ ആയല്ലോ, വയസ്സായല്ലോ. ആദ്യത്തെ ഉപചാരം അവരുടെ നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം പിന്നെ ഉപചാരങ്ങളുടെ ഭാഗമാണ്. കഷണ്ടിയൊക്കെ ആയല്ലോ. നമ്മുടെ എന്തൊക്കെ ന്യൂനതകൾ കാണാമോ അതൊക്കെ കാണും. കോടതിയിലൊക്കെ പോകാറുണ്ടോ? അടുത്തത്. ഇപ്പം ജിമ്മിലൊന്നും പോകുന്നില്ല ഇല്ലയോ? അടുത്തത്. അച്ഛൻ കിടപ്പാന്നോ? അടുത്തത്. മക്കളൊക്കെ വല്ലതും ആയോ? അടുത്തത്. തീർന്നേ. ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഉപചാരങ്ങളാണ്, നമ്മുടെ ഉപചാരങ്ങളാണ്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തെ കണ്ടുപിടിക്കണം. പലപ്പോഴും കണ്ടുപിടിക്കണം. ചുമ്മാതെ നമ്മൾ കുശുമ്പ് പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് പറ്റാത്തത് അവർ ചെയ്യുമ്പോൾ അവർ പിന്നെ കുശുമ്പ് പറഞ്ഞ് അമ്മാര് പന്നന്മാരാ, ഭയങ്കര കൗശലാളില്ല, എല്ലാം അടിച്ചു മാറ്റുന്നവരാ എന്നൊക്കെ പറയും. അടിച്ചു മാറ്റിയതല്ല, കൊടുത്തു വിട്ടതാ, അടിച്ചു മാറ്റിയതല്ല. ഈ 1000 ഏക്കർ 2000 ഏക്കർ വസ്തുക്കളുള്ള പഴയ നായന്മാർ ഞങ്ങളുടെ ഈ സമീപ പ്രദേശത്തുണ്ടായിരുന്നു. ഇപ്പം 1/4 സെൻറ്റും 3/4 സെൻറ്റും പോലും ഇല്ല, ദരിദ്രരാ. എന്നാലും തെണ്ടിപ്പൊണ്ണക്കാര്യത്തിന് യോതൊരു പിന്നെ കുറവുമില്ല. തെണ്ടിപ്പൊണ്ണക്കാർ ശരിക്കും പറയും. എൻ്റെ അപ്പൂപ്പൻ വലിയ അവിടെ ആനയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറച്ചിലും. അതുപോലെ ഈ നായന്മാരുടെ ഒരു പ്രത്യേകത പറയും, ബന്ധങ്ങൾ പറയും. നമ്മളോടിപ്പോൾ ഒരു കേസിന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ന ആൾ, ഏതെങ്കിലും കൂടിയ ആൾ, അമ്മാവൻ്റെ മോൻ, അമ്മാവൻ്റെ അളിയൻ്റെ അപ്പൂപ്പൻ്റെ ശേഷക്കാരൻ്റെ അപ്പുറത്തേന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള തെണ്ടിപ്പൊണ്ണ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നായന്മാരാണ്. ഇപ്പം നായന്മാരെ എടുത്ത് പറഞ്ഞുകൊണ്ട് ആർക്കും വിരോധമൊന്നും തോന്നരുത്. അതുകൊണ്ട് ഹിന്ദു സമൂഹം കുറച്ചേറെ മാറേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ കണ്ടുപഠിക്കണം. ഒക്കെങ്കിൽ അവരുടെ പരിമ്പറത്ത് പോയി കുത്തിയിരിക്കുന്നത് നല്ലതാണ്. അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കുത്തിയിരിക്കുന്നത് നല്ലതാണ്. അവർ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതും അവരുടെ അധ്വാനവും അവരുടെ കൗശലവും, അവർ വെട്ടേണ്ടവനെ വെട്ടും, തൊഴേണ്ടവനെ തൊഴും, കുനിഞ്ഞ് നിൽക്കണമെങ്കിൽ കുനിഞ്ഞ് നിൽക്കും, ഞെളിഞ്ഞ് നിൽക്കണമെങ്കിൽ ഞെളിഞ്ഞ് നിൽക്കും, തള്ളേണ്ടവനെ തള്ളും. അവരുടെ ഉയർച്ചയാണ് അവരുടെ കാര്യം. യാതൊരു തരത്തിലുള്ള ഔചിത്യബോധവും അവരതിനകത്ത് കാണിക്കാറില്ല. അതുതന്നെയാണ് വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് സ്ട്രഗിൾ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. വക്കീലാണെങ്കിലും ഏത് ബിസിനസ്സുകാരനാണെങ്കിലും അവരവരുടെ ജോലി കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും മെനയേണ്ടി വരും. അവിടെ വലിയ മര്യാദകളുടെ ഒന്നും കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പോയി വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. നന്ദി, നമസ്കാരം.